ഷാലു പെയ്യാട് എന്ന് പറയുന്ന വ്യക്തി ഒരു വൃദ്ധയായ സ്ത്രീയെ അടിക്കുന്ന ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയ ഒരു വീഡിയോ ആണ്. ഷാലു പെയ്യാട് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലെ. സിനിമ ഇൻഡസ്ട്രിയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ഷാലു പെയ്യാട്. അത് മാത്രമല്ല ആൾക്ക് മറ്റു പല ബിസിനസ്സുകളും ഉണ്ട്. പണ്ട് ഈ പറഞ്ഞ ഷാലു പെയ്യാടും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പലരും ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. അതിനുശേഷമാണ് ഷാലു പെയ്യാട് കൂടുതൽ അറിയപ്പെട്ടു തുടങ്ങിയത്. എന്നാൽ അതിനേക്കാളൊക്കെ അദ്ദേഹം ഫേമസ് ആയ മറ്റൊരു പരിപാടിയുണ്ട്, ചാരിറ്റി. അതെ, ചെറിയ ചാരിറ്റികളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. നിർധനരായ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുക, വീട് പണിയാൻ സഹായിക്കുക, ഇമാതിരി പരിപാടികളൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തിന് സ്വന്തം പൈസ കൊണ്ട് മാത്രമല്ല കേട്ടോ ഇദ്ദേഹം സഹായിക്കാറുള്ളത്, പകരം എന്ത് ചെയ്യും, സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന കുടുംബത്തിന് അവസ്ഥ കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യും. അങ്ങനെ വീഡിയോ കണ്ട് പലരും അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ഇദ്ദേഹം ചാരിറ്റി ചെയ്യുന്നത്. സാധാരണ എല്ലാ ചാരിറ്റിക്കാരും ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെ. എന്തായാലും ഇങ്ങനെയൊക്കെ ചാരിറ്റി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഇദ്ദേഹം ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടുന്നത്. ആദ്യമായിട്ടൊന്നുമില്ല ഇയാൾ പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നത്, അത് വേറെ കാര്യം. ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇയാൾ മുമ്പും പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ പ്രശ്നങ്ങൾ കുറച്ച് വലുതായി. ഒരു വയസ്സായ സ്ത്രീയുടെ മേലെ ഇയാൾ കൈവെക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി കാര്യങ്ങൾ. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു വയസ്സായ അമ്മയും കുട്ടികളും ഉണ്ട്. ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് ഷാലു പെയ്യാട് വാഗ്ദാനം നൽകി. അതിനു വേണ്ടിയുള്ള പണപ്പിരിവും തുടങ്ങിയെന്ന് തോന്നുന്നു. അതിനിടയിലാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിരിച്ചു കിട്ടുന്ന പണത്തിൽ നിന്നും ഷാലു പെയ്യാട് നല്ലൊരു എമൗണ്ട് മുക്കുന്നുണ്ട് എന്ന് ആരോപിച്ചാണ് പ്രശ്നം തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അത് പിന്നെ കയ്യാങ്കളി വരെ എത്തിയെന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഷാലു പെയ്യാട് ഈ സ്ത്രീയെ ആക്രമിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി അവരെ കൊല്ലണം. അതാര് അത് ഞാൻ അടിച്ചത് അടിച്ചാല് നമുക്കങ്ങോട്ട് ഇറങ്ങാൻ വാങ്ങില്ല. മറ്റങ്ങളെ കഷ്ടം കേട്ടാ. അത് യാവനി നോക്ക അമ്മക്ക് തള്ളിയിട്ടല്ല അടിക്കണം എല്ലാരും കൂടെ ഇട്ട് ചവിട്ടു. നോക്ക് ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി അവരെ ഇട്ട് കൊല്ലണം. എന്തിനാൾക്കൂട്ടം എടുത്തിട്ട് അടിച്ചെന്ന് പറഞ്ഞ കടത്തിയെന്ന് പറഞ്ഞ നിലത്തിട്ട് കൊച്ചു നിങ്ങൾ നിലവിൽ വെച്ച് ഓക്കെ, വീഡിയോ കണ്ടല്ലോ. വീഡിയോയിൽ ആദ്യം തന്നെ കാണുന്നത് ഒരു വയസ്സായിട്ടുള്ള അമ്മ വീണ് കിടക്കുന്നതാണ് അല്ലേ. എങ്ങനെയാണ് വീണതെന്ന് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഷാലു പെയ്യാട് പറയുന്നത് ആ അമ്മ വലിയൊരു കല്ലെടുത്ത് തന്നെ ആക്രമിക്കാൻ വന്നു. ആ സമയത്ത് താൻ ആ അമ്മയെ പിടിച്ചു മാറ്റാൻ നോക്കി, അന്നേരം അവർ വീണു പോയതാണെന്നൊക്കെയാണ്. പക്ഷെ ആ വീണു പോയ സ്ത്രീയെ ഷാലു പെയ്യാട് വീണ്ടും ആക്രമിക്കുന്നത് നമ്മൾ ഇപ്പം കണ്ട വീഡിയോയിൽ വ്യക്തമാണ്. ഞാൻ വേണമെങ്കിൽ ആ ഭാഗം സ്ലോ മോഷൻ ആയിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, ഷാലു പെയ്യാട് അമ്മയെ അടിച്ചിടുന്നതും കൈ പിടിച്ച് തിരിക്കുന്നതും ഒക്കെ വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു, അവിടെ കുറെ മൊണ്ണകൾ നിൽക്കുന്നുണ്ട്. അതിലൊരു ഒറ്റെണ്ണം പോലും സീനിൽ വന്ന് കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ആ അമ്മയൊന്ന് എണീപ്പിക്കാനോ ഷാലുവിനെ ഒന്ന് പിടിച്ചു മാറ്റാനോ പോലും ആരും ശ്രമിക്കുന്നില്ല. എല്ലാവരും കാഴ്ചയും കണ്ടിരിക്കുകയാണ്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടീംസ് ആണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ ഒടുക്കത്തെ കമന്ററിയും പറയുന്നുണ്ട്. ആ ഷാലു പെയ്യാട് അമ്മയെ തള്ളിയിട്ട് കൊല്ലുന്നേന്നൊക്കെ വീഡിയോ പിടിക്കുന്ന സ്ത്രീ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ വേഗം പോയി ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുക. അതില്ല, എല്ലാം നോക്ക് കുത്തികളെ പോലെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറയാനാണില്ലേ, കഷ്ടം തന്നെ. എന്നാലും ആ സ്ത്രീ തന്നെ കല്ലെടുത്ത് എറിയാൻ വന്നപ്പോൾ താൻ അവരെ തടയാൻ ശ്രമിച്ചതാണെന്ന് ഷാലു പെയ്യാട് പറഞ്ഞു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ഓക്കെ, അത് നമുക്ക് സെൽഫ് ഡിഫൻസ് ആയിട്ട് കണക്കാക്കാം. പക്ഷെ ആ വീണ് കിടക്കുന്ന സ്ത്രീയെ
വീണ്ടും ആക്രമിക്കുന്നത് എന്തൊക്കെ പറഞ്ഞിട്ടായാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ വൈറലായതോടെ ഷാലു പേയാടിന് എന്തൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത് പിന്നെ സ്വാഭാവികം. അമ്മാതിരി സൈബർ അറ്റാക്ക് ആണ് ഷാലു പേയാടിന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾ ഒരിക്കലും അത് പുറത്തു കൊടുക്കുന്ന ഒരു തെറ്റല്ലല്ലോ. എന്തായാലും തനിക്കെതിരെ ഒരുപാട് ഹെയ്റ്റുകൾ വരാൻ തുടങ്ങിയതോടെ ഷാലു പേയാട് എന്താക്കി, ആ അമ്മച്ചിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തു. ആ അമ്മച്ചി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരെ വരെ തല്ലുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഷാലു പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടോക്കാം. എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി. എനിക്ക് റോഡിൽ കിടന്ന ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെ ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട്, എന്നുവെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോളില്ല, മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവർ നമ്മളെ പറ്റിച്ചായിരുന്നു. ഇതെനിക്ക് അറിവുണ്ടായിരുന്നു. ഇന്നതാ ഇവിടെ മൊത്തം നാട്ടുകാരും കൂടി ഇവിടെ കിടന്ന് ഇവർ മൊത്തം അലുമ്പും ഭയങ്കര പരിപാടി. അപ്പം ഇവർ പറയണമെന്ന് വെച്ചാൽ ഇവർക്ക് 1 കോടി രൂപ വേണമെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഒരു വയസ്സായ സ്ത്രീ അങ്ങനെ വെറുതെ 1 കോടി രൂപയ്ക്ക് ആവശ്യപ്പെടും. എനിക്കെന്തോ അങ്ങോട്ട് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത പോലെ. ചില ആളുകളുണ്ട് നമ്മൾ സഹായിക്കാൻ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ അവസാനം അവർ നമുക്ക് തന്നെ ഭാരമായിട്ട് മാറും. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ അമ്മ 1 കോടി രൂപയ്ക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഇല്ലാതിരിക്കുമോ? അല്ല, ശരിക്കും ഈ അമ്മ 1 കോടി ചോദിച്ചിട്ടുണ്ടോ? അതിലും എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. ഇവിടെ ഷാലു പേയാട് വ്യക്തമാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ അമ്മയുടെ പേരിൽ എത്ര രൂപ പിരിച്ചു എന്നുള്ളതാണ്. വ്യക്തമായ ഒരു കണക്ക് പുറത്തു വിട്ട് കഴിഞ്ഞാണെങ്കിൽ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്തായാലും അടുത്തതായി അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി അടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഷാലു പേയാട് കാണിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഇവർക്ക് വട്ടാണ്. പോലീസിന്റെ കയ്യിലൊന്നും നിന്നില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അമ്മാതിരി അലിവ് കാണിച്ച് അവിടെ കിടന്നുള്ള പോലീസുകാരെയൊക്കെ തള്ളക്കും വിളിച്ച് മാനസികാശുപത്രിയിലാക്കാം സാർ. അത് നടക്കുള്ളൂ. മാനസികാശുപത്രി അല്ലെ നമ്മളെല്ലാ സാധനം ഉണ്ട്, തെളിവുണ്ട്. ഇനി പേടിക്കണ്ട. പോലീസുകാരുടെ അടുത്ത് തന്നെ പറഞ്ഞു. ശരി, വല്ലാത്ത ജാതിഷ്ടം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ അമ്മച്ചിക്ക് ഭ്രാന്താണെന്ന് തോന്നി പോകട്ടോ. അത് വേറെ കാര്യം. എന്തായാലും കേരള പോലീസിനെ തല്ലാനും കല്ലെടുത്തെറിയാനും ഒക്കെ ഉള്ള അമ്മച്ചിനെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. ഒന്നുകിൽ ആൾ നല്ല പ്രഷറിലാണ്, ഷാലുവുമായിട്ട് എന്തൊക്കെയോ വാക്ക് തർക്കങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരിക്കണം. അതായിരിക്കണം ആ അമ്മ ഇങ്ങനെ കൺട്രോൾ കിട്ടാതെ പെരുമാറുന്നത്. ചില സമയത്ത് നമ്മളുടെയും കൺട്രോൾ തെറ്റാറുണ്ടല്ലോ. പിന്നെ ഇതൊരു വയസ്സായ സ്ത്രീയും കൂടിയാണല്ലോ. വയസ്സായി കഴിഞ്ഞാൽ ചിലർക്ക് ദേഷ്യം കൂടുമെന്ന് പറഞ്ഞു കേൾക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആക്രമത്തെ നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അതിപ്പോ ഷാലു പേയാട് അമ്മച്ചി ആക്രമിച്ചതാണെങ്കിലും അമ്മച്ചി ഷാലു പേയാടിനെ കല്ലെടുത്തെറിഞ്ഞതാണെങ്കിലും രണ്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ബാക്കിയുടെ കേട്ടോക്കാം. അവരെ കയ്യിൽ നിൽക്കില്ല. ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ എന്നെ തള്ളക്കി വിളിച്ചു. എനിക്ക് അതൊന്നും കുഴപ്പമില്ല. എന്നെ തള്ളക്കി വിളിച്ചത് എന്നെ അടിക്കാൻ വേണ്ടി, എറിയാൻ വേണ്ടി കല്ല് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. ഞാൻ ഇവിടെ നാട്ടുകാരെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. നിങ്ങൾ പറ, ഞാൻ പിടിച്ചു മാറ്റിയാൽ എന്തിനാണ് തെറ്റ്? ഷാലു പേയാട് ഇവിടെ പറഞ്ഞത് ശരിയാണെങ്കിൽ, അതായത് അത്രയും വലിയ കല്ലെടുത്തിട്ടാണ് ആ അമ്മ ഷാലു പേയാടിനെ എറിയാൻ വന്നതെങ്കിൽ പിടിച്ചു മാറ്റിയതിൽ ഒരു തെറ്റും പറയാൻ പറ്റൂല. പക്ഷെ ആ പിടിച്ചു മാറ്റുന്നതിനിടയിൽ ആ അമ്മ വീണ് പോവുക. ആ വീണ് പോയെടുത്ത് നിന്നും ഷാലു പേയാട് അമ്മയെ ഉപദ്രവിക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയൂല. സംഭവം ഷാലു പേയാടിന് ദേഷ്യം വന്നിട്ടുണ്ടാകും, കൺട്രോൾ പോയിട്ടുണ്ടാകും, അതെല്ലാം ഓക്കെ. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. അവരെന്തെങ്കിലും പ്രകോപിതയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരെ പോലീസിൽ ഏൽപ്പിക്കുക എന്നല്ലാതെ തിരിച്ചടിക്കുന്നത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഈ അമ്മച്ചിക്ക് ഷാലുവിനോട് എന്താണ് ഇത്ര ദേഷ്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ മനുഷ്യനാണ് ഷാലു. അങ്ങനെയുള്ള ഒരാളോട് ദേഷ്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഇല്ലാതിരിക്കില്ലല്ലോ അല്ലെ? ഷാലു പറയുന്നത് ആരൊക്കെയോ വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും ഷാലുവിന് പറയാനുള്ള എന്താണെന്ന് കേട്ടോ. ദേവീർ, ഈ കേസിൽ നാളെ ഒരാൾക്കും എന്റെ അടുത്തൊരു തെറ്റിദ്ധാരണ തോന്നണ്ട. ഇവര് മുഴുത്ത വട്ടുള്ള ആളാണ്. ഇതെനിക്ക് ആരോടായിരുന്നു. പിന്നെ അധികാരികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുവാണെങ്കിലുണ്ടെങ്കിൽ ഈ 3 മക്കൾ ഇവരവിടെ സേഫ് അല്ല. ഇവരെന്ത് വേണം ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും ഇവരെ ഒന്ന് സേഫ് ആക്കി മാറ്റിയില്ലെങ്കിൽ ഈ 3 കൊച്ചു പിള്ളേരെ ഇവർ കൊല്ലും, ഉറപ്പാണ്. നമ്മളിത് എങ്ങനെയെങ്കിലും സർക്കാർ സെറ്റപ്പിൽ ഇവരെ മാനസികാരോഗ്യത്തിൽ ഇത്തിരി എത്തിക്കണം. അതുപോലെ തന്നെ ഈ 3 പിള്ളേരെ ചൈൽഡ് ലൈനിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് തൊട്ടടുത്തുള്ള ആരൊക്കെ വന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം കേട്ടത്. എന്റെ പൊന്ന് സഹാക്കന്മാരെ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലേ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടെ മാറി കഴിഞ്ഞു എന്നുള്ളതാണ് ഷാലു പറയുന്നത്. ഷാലു ഒരു കോൺഗ്രസ്സുകാരനാണ്, എതിരെ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുമാണ്. കമ്മ്യൂണിസ്റ്റുകാർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടാണ് പ്രശ്നം ഇത്ര വഷളായത് എന്നുള്ളതാണ് ഷാലുവിന്റെ ആരോപണം. പക്ഷെ ഒരു പാവം സ്ത്രീക്കും അവരുടെ കുട്ടികൾക്കും ഒരു വീട് കിട്ടുന്ന കാര്യമല്ലേ? ഇങ്ങനെ ഒരു കാര്യത്തിൽ ആരെങ്കിലും ഇടങ്കോറിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഷാലു പേയാടിന്റെ ആക്രമണത്തിന് പിന്നാലെ ഈ അമ്മച്ചി എല്ലാവരും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ അമ്മച്ചി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. ആക്കിയതെന്ന് വെച്ചാൽ
അവരെ ഉദ്ദേശം വേറെ ആയിരുന്നു. അത് ഷാലുവിന്റെ. ഷാലുവിന്റെയും ഇവളെയും ഷാലുബേയുടെ മാത്രമല്ല ഈ മുമ്പർ ഈ കള്ളിയുടെ ഇവള് കള്ളിയ പൂലൊക്കെ കള്ളിയാണ്. നേരത്തെ ഇതുപോലെ ഒരു കൊച്ചിനെ ഇതേ കണക്ക് അവള് ചെയ്തു. 3 കൊച്ചുങ്ങളെ ഇവള് കൊണ്ട് സംരക്ഷിച്ചാക്കിയിട്ട് അമ്മയുടെ അടുത്ത് തന്ന വാഗ്ദാനം എന്താണ് അവര് പറഞ്ഞ എന്റെ വാർത്താനം വേറെ ഒന്നുമല്ല. ഇവിടെ 2 മാസത്തേക്ക് നിങ്ങൾ ഇവിടെ ആക്കിയിരിക്കുന്നു. ഈ 2 മാസത്തിനകത്ത് വെച്ചു നിങ്ങൾക്ക് ഞാനൊരു ഷീറ്റിട്ട വീട് വെച്ച് തരാം. അതിന്റെ പേരിൽ പണം വാങ്ങിച്ചു. എന്റെ 50,000 വന്നത് എടുത്തു കൊടുക്കും. പക്ഷെ എന്റെ ഇത് വെച്ച് ഇവരപ്പോഴേ എന്നെ കുത്തിയെടുത്തോട്ട് പോയി. ഇവർക്ക് ഇഷ്ടംപോലെ അവിടെ കിട്ടിക്കഴിഞ്ഞു. ആ പണം മൊത്തം ആ പണം ഞാൻ ചോദിച്ചതാണ് ഇവർക്ക് ഇപ്പൊ വന്നത്. കാര്യം എല്ലാവരും അറിഞ്ഞെന്നുള്ളത് ഇടപെട്ടിട്ടുണ്ട്. എം.ആർ. വൈദ്യു തന്നെ ഇവിടെ കൊണ്ടാക്കിയത്. അവരും കൂടെ ചേർന്ന് എന്റെ നാട്ടിലെ ഒരു പയ്യൻ കൂടെ ഉണ്ട്, ഒരു കോൺഗ്രസിലെ ഒരു പയ്യൻ. ഞാൻ അവന് എനിക്ക് സതീഷ് എന്നാണ് ഒരു വണ്ണമുള്ള ഒരു കഷണ്ടി. ആ പയ്യ അവന് ഞാൻ അതുവരെ അനുചര വീട്ടിൽ താമസിക്കാനുള്ള നിയമനം. ഒരു പയ്യന്റെ വീടാണ് ഞങ്ങൾക്ക് വാർത്താനം ചെയ്തത്. ഈ ആശുപത്രിയിൽ കുറച്ചപ്പുറം ഇവിടെ ഞാൻ അവിടെ ഇവരെ 2 പേരെ നേഴ്സറിയിൽ നിന്ന് വാർത്താനം ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയി. ഇവിടെ അമ്മ എന്താ എവിടെ കടിച്ച അമ്മ എവിടെ കടിച്ചവര് ഇത് 3ാമത്തെ പ്രാവശ്യമായി കൈ വയ്ക്കാൻ തുടങ്ങിയത്. 3ാമത്തെ ഓക്കെ, ഇതൊക്കെയാണ് അമ്മച്ചിക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പും ശാലുപ്പയുടെ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ അമ്മച്ചി പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. എന്നാലും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇത്രയും പ്രകോപിതമായി പെരുമാറിയ ഈ അമ്മച്ചി ഇപ്പൊ ഇത്ര ശാന്തമായി സംസാരിക്കുന്ന കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. 3 ചെറിയ മക്കൾ ആ അമ്മച്ചിയുടെ കൂടെ നിൽക്കുന്നത് കണ്ടില്ല. ഈ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ആ അമ്മച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ അമ്മച്ചി പറഞ്ഞല്ലോ, ശാലുവിനോട് പൈസ ചോദിച്ചപ്പോൾ ശാലു എനിക്ക് പൈസ തന്നില്ല, എല്ലാം ശാലു മുക്കി കൊണ്ടുപോയി എന്നുള്ളത്. ആക്ച്വലി ഇവിടെ ശാലു അമ്മച്ചിക്ക് പണം തരാമെന്നല്ലോ പറഞ്ഞത്, വീട് വെച്ച് കൊടുക്കാമെന്നല്ല പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ അമ്മച്ചിയുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ വീട് പണിക്ക് വേണ്ടി ശാലുപ്പയോട് എടുക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റൂല. പക്ഷെ നമുക്കിവിടെ അറിയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു, അതിൽ എത്ര പൈസ ശാലുപ്പയോട് എടുത്തു കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ കാര്യങ്ങളും കണക്കുകളും ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ശാലുപ്പയോടിനുണ്ട്. അതുപോലെ തന്നെ ശാലു പൈസ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വീട് പണി തുടങ്ങി കാണുമല്ലോ. അപ്പൊ വീട് പണി എത്ര വരെ എത്തിയെന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കേണ്ട കടമ ശാലുവിനുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് എംഎൽഎയും വാർഡ് മെമ്പറും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. സോ കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള എതിർ പാർട്ടിക്കാർ മാക്സിമം ഇത് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കും, മാക്സിമം അവരിത് കത്തിക്കും. സോ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് കൃത്യമായി പുറത്തു വിടണം എന്നുള്ളതാണ്. സത്യത്തിലുണ്ടല്ലോ ഈ ചാരിറ്റി ചെയ്യുന്നവരെ ഒന്നും അങ്ങനെ കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റൂല. എന്തെങ്കിലും ലാഭം കാണാതെ ആരും ഈ പരിപാടിക്ക് ഇറങ്ങില്ല എന്നുള്ളതാണ് സത്യം. ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ചാരിറ്റി ചെയ്യുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഭൂരിഭാഗം ആളുകളും അവനവന്റെ കീശ വീർപ്പിക്കാനും കൂടിയാണ് ചാരിറ്റി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പല ചാരിറ്റിക്കാരും മുമ്പ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളതാണല്ലോ. പക്ഷെ അവര് കുറച്ച് പൈസ മുക്കിയാലും കുഴപ്പമില്ല, നാട്ടിലെ പാവങ്ങൾക്ക് അത് കാരണം ഉപകാരം കിട്ടുന്നുണ്ടല്ലോ എന്ന മൈൻഡ് സെറ്റിലാണ് ഭൂരിഭാഗം ആളുകളും എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ, അവരെത്ര വേണമെങ്കിലും അഴിമതി കാണിച്ചോട്ടെ, അതിൽ നിന്നും കുറച്ച് ജനങ്ങൾക്ക് കൊടുത്താൽ മതി എന്ന നിലപാടാണ് ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളത്. പക്ഷെ രാഷ്ട്രീയക്കാരാണെങ്കിലും ചാരിറ്റിക്കാരാണെങ്കിലും ഇവരൊക്കെ കട്ടുമുടിക്കുന്നത് ജനങ്ങളുടെ പൈസയും കൂടിയാണ് എന്നുള്ള കാര്യം എല്ലാവരും മറക്കുന്നു എന്നുള്ളതാണ്. ആളുകളെ സഹായിക്കാൻ വേണ്ടി സ്വന്തം കീശയിൽ നിന്ന് ഒരൊറ്റ പൈസ പോലും ഇവരെറുക്കൂലല്ലോ. എന്തായാലും ശാലുപ്പേടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല ഇയാൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്നത്. പണ്ടൊരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ പോയിട്ട് ഇതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വീട് വെക്കാൻ വേണ്ടി എത്ര രൂപ പിരിച്ചു, എത്ര രൂപ ചെലവാക്കി എന്നതിന് കൃത്യമായ കണക്ക് പുറത്ത് വിട്ടാൽ മാത്രം മതി. അതോടെ പ്രശ്നം അവിടെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.